ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം തിരുലിഖിതം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കോരോരുത്തർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൻ്റെ നാനാ ഇടങ്ങളിൽ നിന്ന് അനേക രാജ്യങ്ങളിൽ ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലൂടെ അനേകരിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഒഴുക്കുവാൻ നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഞാൻ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വചനം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം ഉറക്കെ പറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന വിശ്വാസത്തെ നാം ഉറക്കെ പറയുന്നതിൽ കാര്യമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു ദൈവത്തിനാണ്. യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നത് മാത്രമല്ല, പിന്നെയോ ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ള വലിയ കാര്യങ്ങൾ ഉറക്കെ സമയത്ത് പറയുന്നതിന് കാര്യമുണ്ട്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യേശു മലയിറങ്ങി വരികയാണ്. അപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ തിക്കി ഞെരുക്കി അവൻ്റെ ചുറ്റിനും കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് താണ് വീണ് അവൻ കേണപേക്ഷിച്ച് ഉറക്കെ പറയുകയാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. എന്താണ് ഇപ്പോൾ ഇദ്ദേഹം ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുറേ കാലമായി ഒരു ബോധ്യം, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുറേ കാലമായി ഒരു വിശ്വാസം, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുറേ കാലമായി ഒരു അറിവ് നിറയുകയാണ്. അത് യേശുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിരത്തിൽ കൂടെ ഉറക്കെ അങ്ങോട്ട് പറയുകയാണ്, അങ്ങേക്ക് എന്നെ ശുദ്ധനാക്കാൻ കഴിയും, അങ്ങൊന്ന് മനസ്സ് വെച്ചാൽ മതി, ഞാൻ രക്ഷപ്പെടും. ഇങ്ങനെ ഉറള്ള വിശ്വാസം അവനങ്ങോട്ട് ഉറക്കെ പറയുകയാണ്. എന്താ അതിന് റിസൾട്ട് ഉണ്ടായത്? ഉടനെ തന്നെ യേശു നിന്നു. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരൻ, ഈ അത്ഭുതം ഇവിടെ സംഭവിക്കാൻ കാരണമായത് എന്താണ്? ഒരു വ്യക്തിയുടെ ഉള്ളിലെ വിശ്വാസം ഉറക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കുഷ്ഠരോഗി ആ മലയിറങ്ങി വരുന്ന ജനക്കൂട്ടത്തിൻ്റെ കൂടെ കുറേ നേരം യേശുവിൻ്റെ കൂടെ നടന്നതാ, അപ്പോഴൊന്നും അത്ഭുതം ഉണ്ടായില്ല. ആ കുഷ്ഠരോഗി യേശുവിനെ നോക്കി, അപ്പോഴും അത്ഭുതം ഉണ്ടായില്ല. ആ കുഷ്ഠരോഗി പല വിധത്തിൽ യേശുവിന് ചുറ്റും നടന്നിരുന്നു, അപ്പോഴൊന്നും അത്ഭുതം ഉണ്ടായില്ല. എപ്പോഴാണ് സ്വർഗത്തിൻ്റെ ശക്തി, ദൈവശക്തി അദ്ദേഹത്തിന് അനുകൂലമായി വ്യാപരിച്ചത്? ഉള്ളിലുള്ള വിശ്വാസത്തെ ഉറക്കെ പറഞ്ഞപ്പോൾ. ഇതുപോലൊരു സംഭവം അച്ഛൻ അടുത്ത കാലത്ത് കേൾക്കുകയുണ്ടായി. അതിരമ്പുഴ കൺവെൻഷന് പങ്കെടുത്ത ഒരു സിസ്റ്റർ, ആ സിസ്റ്ററിൻ്റെ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന, അതായത് കുട്ടികളുണ്ടാകാതിരുന്ന മിസ്കാരേജായി പോകുന്ന ഒരു കുട്ടിയോട് പറഞ്ഞു, ധന്യേ, നിന്റെ കഷ്ടകാലം മാറാൻ പോവുക, നീ കർത്താവിനെ വിശ്വസിച്ച് നീ ഉറക്കെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞാൽ അടുത്ത വർഷം നിനക്കൊരു കുട്ടി ഉണ്ടായിരിക്കും. സിസ്റ്റർ ഈ വിശ്വാസം അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്താ അതിന് റിസൾട്ട് ഉണ്ടായത്? യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ധന്യ. ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞ് 3 വർഷത്തിനിടയിൽ 2 അബോർഷനായി. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ 2012 ഇവിടെ അഭിഷേകാഗ്നി നടന്നപ്പോൾ എൻ്റെ ഇൻചാർജ് സിസ്റ്റർ കൂടിയിട്ട് വന്നിട്ട് പറഞ്ഞു, ധന്യ, നിനക്ക് അടുത്ത വർഷം
2013 നിനക്കൊരു കുഞ്ഞുണ്ടാവും, നീ പോയി സാക്ഷ്യം പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ തീർച്ചയായിട്ടും ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. കാരണം അത്രയും ഉള്ള സങ്കടം ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടാകുന്നില്ല, ഉണ്ടായത് തന്നെ അത് മിസ്കാരേജായി പോകുന്നൊരു സ്ഥിതിയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഒരാളങ്ങോട്ട് പറഞ്ഞു സാക്ഷ്യപ്പെടുത്തണമെന്ന്. അപ്പോൾ തീർച്ചയായും ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം, എനിക്കൊരു കുട്ടി ആദ്യം ഉണ്ടാകട്ടെ, ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് സമ്മതിച്ചു. എന്നിട്ട് അങ്ങനെ 2013 ഡിസംബർ 2-ാം തീയതി എനിക്കൊരു പെൺകുഞ്ഞുണ്ടായി. നവംബറിലായിരുന്നു ഇവിടെ അഭിഷേകാഗ്നി നടന്നത് 2013. അപ്പോൾ ഒക്കെ ഞാൻ അഡ്മിറ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അപ്പോൾ പറയാനുള്ള പറ്റിയില്ല. അതിന് പകരം ഈ വർഷത്തെ അഭിഷേകാഗ്നിയിൽ വന്ന് ഈ കുടുംബത്തിൻ്റെ അനുഭവം വെളിപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവമേ, അപ്പോൾ ഈ കഴിഞ്ഞ വർഷം അതിന് മുമ്പിലത്തെ വർഷം എത്ര കുട്ടികളെയായിരിക്കും ദൈവം ഈ ദേശത്തേക്ക് ദൈവമേ എന്ന് പറയട്ടെ. ഒരുപാട് കാലമായി കൊടുക്കാനുണ്ടായിരുന്ന കുട്ടികളെല്ലാം റിലീസ് ചെയ്ത കാലമായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിലെ അഭിഷേകാഗ്നി. പ്രൈസ് ദി ലോർഡ്. ഇപ്പം എൻ്റെ കുഞ്ഞിന് 11 മാസമായി. ഇപ്പം ഞാൻ 2ാമതും പ്രഗ്നൻ്റ് ആണ്. ഓ, പിന്നെ തുരുതിരാന്ന് പറഞ്ഞ ഹല്ലേലൂയ. ദൈവം തരുമ്പോൾ വേഗം സ്വീകരിച്ചോളണം. വലിയ ഗമ കാണിച്ച് പിന്നെ ആട്ടെ അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട. ദൈവം തരുമ്പോഴേ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആഗ്രഹിച്ചാലും കിട്ടാത്ത കാലം വരും. ഒരുപാട് പേരെ എനിക്കറിയാം, 2 കുട്ടി ജനിച്ചു, 3 കുട്ടി ജനിച്ചു, പിന്നെ കുട്ടികളുണ്ടാകുന്നില്ല. തരുമ്പോൾ കിട്ടണവർക്ക് ഭാഗ്യവന്മാർ എന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്, ജ്ഞാനം നീ മറച്ചു വെക്കരുത്, ഉചിതമായ സമയത്ത് സംസാരിക്കാതെ നീ പിൻവാങ്ങരുത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു കൃപ അങ്ങോട്ട് നിറഞ്ഞ് ഒരു ബോധ്യം അങ്ങോട്ട് പറയാൻ തോന്നിയാൽ ആ സമയത്ത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ പോകുമോ, ഇത് ഞാൻ പറഞ്ഞൊരു അത്ഭുതമാവും, ഞാനൊരു ശുശ്രൂഷകനൊന്നും അല്ലല്ലോ, ഞാൻ വലിയ അത്ഭുത പ്രവർത്തനമൊന്നും അല്ലല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട സമയമല്ല അത്. മകനെ, മകളെ, ദൈവത്തിൻ്റെ വചനം പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ജ്ഞാനം നീ മറച്ചു വെക്കരുത്, വിശ്വാസം നീ മറച്ചു വെക്കരുത്, വിശ്വാസം നീ പറയണം. അത് വീടുകളിൽ പറയണം, ഹോസ്പിറ്റലിൽ പറയണം, രോഗിയുടെ അടുത്ത് പറയണം, തിന്മ പ്രവർത്തിക്കുന്നവർ പറയണം, ചുറ്റുവട്ടത്തുള്ളവർ പറയണം. ദൈവത്തിൻ്റെ ആത്മാവിനെ നീ അനുസരിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരമ്മ തൻ്റെ മകളോട് ഈ കാര്യം പറഞ്ഞു. ഒരമ്മയ്ക്കുള്ളിൽ ശക്തമായ വിശ്വാസം, ശക്തമായ അനുഭവം. ആ അമ്മ മകളോട് വിശ്വാസം പറഞ്ഞു. അപ്പോൾ എങ്ങനെ സ്വർഗ്ഗം ഇടപെട്ടു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. യേശുവേ നന്ദി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. വിവാഹത്തിന് ശേഷം 4 വർഷം ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. യേശുവേ. ആ സമയത്ത് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ടും കുഞ്ഞുങ്ങൾ ട്രീറ്റ്മെൻറ്റിൽ കുഴപ്പമൊന്നുമില്ല, മെഡിസിനൊന്നും കഴിക്കണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ടെസ്റ്റിലൊക്കെ. പക്ഷേ കുട്ടികളുണ്ടാകണില്ല. ഡോക്ടർ പറഞ്ഞൊരു കുഴപ്പമില്ലെന്ന്, കുട്ടികളുണ്ടാകണില്ല. ആ സമയത്ത് എൻ്റെ അമ്മച്ചിയാണ് ശാലോം ടെലിവിഷനിൽ കൂടെ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്നത്. അഭിഷേകാഗ്നി എന്ന പ്രോഗ്രാം കാണാൻ അമ്മച്ചി നിർബന്ധിച്ച്. ഞങ്ങൾ കാണാറുണ്ടായിരുന്നില്ല. അപ്പം അമ്മ പറഞ്ഞു, നിങ്ങൾ ആ പ്രോഗ്രാം കാണണം, പ്രാർത്ഥിക്കണം, അതിൽ കൂടെ എന്തോരം ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാവണുണ്ടെന്നൊക്കെ അമ്മ പറഞ്ഞു. പക്ഷെ ഞങ്ങളത് കാണാറില്ലായിരുന്നു. അങ്ങനെ അമ്മ ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വസിക്കൊന്നുമില്ല, അതങ്ങനെ നടക്കുകയായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് നല്ല വിശ്വാസമായിരുന്നു. അമ്മ കുട്ടിയെ ഇങ്ങനെയൊന്നും പോയാൽ പോരാ, നമ്മൾ പ്രാർത്ഥിക്കണം, അഭിഷേകാഗ്നി ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നിട്ട് ഇവർ വിശ്വസിച്ചു. എന്നിട്ട് പറഞ്ഞു അപ്പം അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ പ്രാർത്ഥിച്ച്. ശരിക്കും എൻ്റെ മോക്കൊരു കുഞ്ഞുണ്ടാവണമെങ്കിൽ 3 ആഴ്ച ഞാൻ മുടങ്ങാണ്ട് അഭിഷേകാഗ്നി ടെലിവിഷനിൽ കൂടെ കാണാം. ടെലിവിഷനിൽ 3 ആഴ്ച മുടങ്ങാതെ അഭിഷേകാഗ്നി കാണാമെന്നും പിന്നെ സാക്ഷ്യപ്പെടുത്താന്ന്. അഭിഷേകാഗ്നി പ്രോഗ്രാം എവിടെ നടന്നാലും അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താന്ന് അമ്മിച്ച് നേർന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ആഴ്ച അമ്മ നേർന്ന് 3-ാമത്തെ ആഴ്ച ഞങ്ങൾ ഉച്ചക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്ത്. ടെസ്റ്റിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഡോക്ടർ. അത്ഭുതകരമായി ഈശോ ആ കുടുംബത്തിന്റെ സങ്കടം എടുത്തു മാറ്റി, കുട്ടിയെ നൽകി. ഹല്ലേലൂയ. അഭിഷേകാഗ്നി കുട്ടിയത് പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം അഭിഷേകാഗ്നി ശുശ്രൂഷ നടത്തുന്ന സമയത്ത് കർത്താവിന് ഇഷ്ടമാണ് മക്കളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥിച്ച് അപ്പം തന്നെ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ കണ്ണുനീര് ഏറ്റെടുക്കുന്നതായിട്ട് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ടെസ്റ്റിമണി നൽകിയിരിക്കുന്നത്. ഈ കുടുംബത്തെ അതേപോലെ അനുഗ്രഹിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു നിറവ്, ആ ഒരു അറിവ്, ആ ഒരു ശക്തി മകളോട് പറഞ്ഞു, മകളെ നീ വചനം കേൾക്കണം,
നീ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കണം, നീ സാക്ഷ്യപ്പെടുത്തണം. നിനക്ക് നിൻ്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടെല്ലാം ദൈവം മാറ്റിത്തരും. അതങ്ങോട്ട് വിശ്വാസത്തിൻ്റെ ഒരു ബോധ്യമാണ്. അതങ്ങോട്ട് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. 3-ാമത്തെ ആഴ്ച ആ കുട്ടികളുടെ കുടുംബത്തിൽ അത്ഭുതം കർത്താവ് അങ്ങോട്ട് വർഷിക്കുകയാണ്. എത്രയോ നാളുകൾ അവർ ഒറ്റയ്ക്ക് ഇരുന്നുണ്ടാവും, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ഒറ്റയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടാവും, പല നേർച്ച കാഴ്ചകൾ ചെയ്തിട്ടുണ്ടാവും, ട്രീറ്റ്മെൻറ്റുകൾ എന്ത് ചെയ്താലും ഒരു റിസൾട്ട് ഇല്ലാത്തൊരു കാര്യത്തിൽ ഒരമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസം പറഞ്ഞപ്പോൾ അതൊരത്ഭുതമായി അവിടെ ദൈവം പ്രവർത്തിക്കാൻ അങ്ങോട്ട് തുടങ്ങി. നമ്മുടെ വിശ്വാസം പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അവിടെ ഒരു അത്ഭുതം ആരംഭിക്കാൻ പോവുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 തൊട്ട് 13 വരെ തിരുലിഖിതങ്ങൾ. യേശു മലയിറങ്ങി വരികയാണ്. അങ്ങനെ കഫർനാം എന്ന് പറയുന്ന പട്ടണത്തിൽ എത്തിച്ചേർന്നു. ജനങ്ങൾ ചുറ്റും തിങ്ങിക്കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ശതാധിപൻ യേശുവിനെ സമീപിച്ച് താണു വീണ് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനമായ വേദന സഹിച്ച് വീട്ടിൽ കിടക്കുന്നു. ഉടനെ യേശു പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഉടനെ തന്നെ ശതാധിപൻ്റെ ഉള്ളിലെ വിശ്വാസം അദ്ദേഹം ഉറക്കങ്ങൾ പറയാൻ തുടങ്ങി. അതാണ് 8-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. ശതാധിപൻ അപ്പോൾ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഇതൊരു വിശ്വാസമാണ്. ഇത് ഉള്ളിലൊരു അനുഭവമാണ്, ഒരു അറിവാണ്. ഇതൊരുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബോധ്യമാണ്. ആ അറിവ്, ആ നിറവ്, ആ ബോധ്യം ഉറക്കെ പറയാൻ ആ സമയത്ത് ധൈര്യം കാണിച്ച് അതേ ഉറക്കെ പറഞ്ഞു, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ കുടുംബത്തിൽ അത്ഭുതം ഉണ്ടാവും. അതേ ഉറക്കെ അങ്ങോട്ട് പറഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ തന്നെ അതിൻ്റെ മറുപടി യേശു പറയുകയാണ്. 8-ാം അധ്യായം 10-ാമത്തെ വാക്യം. യേശു ഇത് കേട്ട് വിസ്മയിച്ച് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ പറയുന്നു, ഇതുപോലുള്ളൊരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിപ്പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നീ സമാധാനമായി പോയിക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കും, നിന്റെ ഭൃത്യൻ സുഖം പ്രാപിച്ചിരിക്കുന്നു. 8-ാം അധ്യായം അതിൽ 13-ാമത്തെ വാക്യം. യേശു ശതാധിപനോട് പറഞ്ഞു, പോയിക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. എന്നുറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഭൃത്യൻ അല്ലെങ്കിൽ ആ ശതാധിപൻ യേശുവിനോട് കുറേ നേരം നടന്നു, അപ്പോഴൊരു അത്ഭുതം ഉണ്ടായില്ല. യേശുവിൻ്റെ മുമ്പിൽ കുറച്ച് നേരം നിന്നു, അപ്പോഴൊന്നും ഒരു അത്ഭുതം ഉണ്ടായില്ല. എപ്പോഴാണ് ദൈവത്തിൻ്റെ അത്ഭുത ശക്തി പ്രകടമായ വിധം ഈ ലോകത്തിൽ വ്യാപരിക്കാൻ തുടങ്ങിയത്? ലോകാവസാനം വരെ ഓർമ്മിക്കാവുന്ന ഒരു അത്ഭുതത്തിൻ്റെ തുടക്കം എന്തായിരുന്നു? ബൈബിളിൽ നമ്മൾ കാണുന്നത് ആ ശതാധിപൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വിശ്വാസം. ആ ശതാധിപൻ ഉറക്കെ പറയാൻ വേണ്ടി ഒരു തുറവി അങ്ങോട്ട് കാണിച്ചു. ഉള്ളിലുള്ള നിഷ്കളങ്കമായ ചിന്തകൾ, ഉള്ളിൽ നിഷ്കളങ്കമായ വിശ്വാസാനുഭവങ്ങൾ മക്കളെ മറ്റുള്ളവരോട് പറയണം, ദൈവത്തിന് പോയി പറയണം, ദേവാലയത്തിൽ പറയണം, പ്രാർത്ഥിക്കുമ്പോൾ പറയണം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പറയണം, ധ്യാനം കൂടുമ്പോൾ അത് ദൈവത്തിന് മുന്നിൽ വെളിപ്പെടുത്തണം. അതിന് അത്ഭുതകരമായ ശക്തിയുണ്ട്. എന്നുറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം നമ്മുടെ ഈ ബോധ്യം അടുത്തൊരാളോട് പറഞ്ഞാലും അതിന് അത്ഭുത ശക്തിയുണ്ട്. നമ്മുടെ വിശ്വാസം മറച്ചു വെക്കരുത്. അനുഭവം നിറയുമ്പോൾ, അഭിഷേകം നിറയുമ്പോൾ, വിശ്വാസം നിറയുമ്പോൾ അത് മറ്റുള്ളവരോടും കൂടെ നമ്മളത് പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബത്തിന് അനുഭവം ശ്രദ്ധിക്കാം. തളർന്ന് തരിപ്പണമായി ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ ഒരു അനിയത്തി കിടക്കുകയാണ്. അപ്പോൾ ചേച്ചി ധ്യാനം കൂടി, ചേച്ചിക്ക് അനുഭവം നിറഞ്ഞു, വിശ്വാസം നിറഞ്ഞു, എൻ്റെ അനിയത്തി ചേച്ചി സുഖപ്പെടുത്തും. ആ ചേച്ചിക്ക് ബോധ്യം നിറഞ്ഞു. ആ ചേച്ചി ഫോണിൽ വിളിച്ച് അനിയത്തിയോട് വിശ്വാസം പറഞ്ഞു. എൻ്റെ പേര് സജീന സെബാസ്റ്റ്യൻ. ഞാൻ പാലക്കാട് ജില്ലയിലെ മംഗൾഡാം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. പാലക്കാട് ജില്ലയിൽ നമ്മുടെ സ്വന്തം രാജ്യമാണത്. എനിക്ക് 6 വർഷമായിട്ട് ആമവാദത്തിന്റെ അസുഖമായിരുന്നു. 6 വർഷമായിട്ട് ആമവാദത്തിന്റെ അസുഖം. എൻ്റെ ദേഹം മുഴുവൻ വേദനയും നീരും ഒക്കെ ആയിരുന്നു. എനിക്ക് വെള്ളം തൊടാൻ പറ്റിയില്ലായിരുന്നു, ചൂടുവെള്ളം മാത്രമേ പറ്റുള്ളൂ. എനിക്കൊരു ഭക്ഷണ സാധനങ്ങളും കഴിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ അതിരമ്പുഴയിലും നടന്ന ധ്യാനത്തിൽ എൻ്റെ ചേച്ചി പങ്കെടുത്തു. അവൾ പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാം, എൻ്റെ അനിയത്തിയുടെ അസുഖം കുറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ 3-ാം ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു, ആമവാദം
പക്ഷപാതമുള്ള ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തണു എന്ന്. അപ്പോൾ എൻ്റെ ചേച്ചി അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ അനിയത്തി തന്നെയായിരിക്കുമെന്ന് പറഞ്ഞ് അവൾ വിശ്വസിച്ചു. വീട്ടിൽ വന്ന അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, എടീ നീ ഇനി മരുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ മരുന്നെല്ലാം നിർത്തിക്കോ എന്ന് പറഞ്ഞു. ഇതാ വിശ്വാസമുള്ള ചേച്ചി വിശ്വാസമുള്ള അനിയത്തിക്ക് അങ്ങോട്ട് ഫോണിൽ കൂടെ ഒരു മെസ്സേജ് അങ്ങോട്ട് കൊടുത്തു. എൻ്റെ ദേഹം മുഴുവൻ വേദനയും ആകെ അസ്വസ്ഥതയും, ഒരു വസ്ത്രം പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ആ സമയത്ത് ഇരുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടി ചേച്ചി എനിക്ക് മരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റില്ല, എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞു. നീ ഒന്നും പേടിക്കണ്ട. ഒന്നും അത്രയും കഠിനമായ അവസ്ഥയിലായിരുന്നു സഹോദരി ഇരുന്നത്. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മരുന്ന് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാവും എന്നൊക്കെ ചോദിച്ചിട്ട് ഫോണിൽ കൂടെ ചെറിയൊരു വഴക്കുണ്ടായി. എന്നാലും ശരി, ആ ചേച്ചി നല്ല സ്ട്രോങ് വിശ്വാസമാണ്. ചേച്ചി പറഞ്ഞു, ഞാനാ പറയണത് കൺവെൻഷൻ ഗ്രൗണ്ടിൽ പറഞ്ഞിട്ടുണ്ട് ആമവാദം മാറ്റിയെന്ന്, നിന്റെ ആമവാദം പോയി കുട്ടിയെ എന്ന് പറഞ്ഞിട്ട് ഇനി കഴിക്കണ്ടെന്ന് സ്ട്രോങ് ആയിട്ട് ഒരു നിർദ്ദേശം അങ്ങോട്ട് കൊടുത്തു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മരുന്ന് കഴിക്കുകയായിട്ട് ഒന്നും ചെയ്തില്ല. പച്ചവെള്ളത്തിൽ കുളിക്കുകയോ എല്ലാം ഞാൻ ചെയ്യും. എനിക്ക് ഏത് ഭക്ഷണ സാധനങ്ങൾ വേണമെങ്കിലും കഴിക്കുന്നതിന് പരിപൂർണ ഹീലിംഗ്. അതാണ് ശരിക്കും വിശ്വാസത്തോടെ സ്വീകരിച്ച് അത് വിശ്വാസത്തോടെ കൊടുത്ത്. ഇവിടെ ഉണ്ടായിരുന്ന ചേച്ചി പാലക്കാടുണ്ടെന്ന അനിയത്തിക്ക് വേണ്ടി ആ അത്ഭുതം അങ്ങോട്ട് സംഭവിക്കാൻ ഇടവരുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം പറയുന്നതിൽ എത്രയോ അത്ഭുതമുണ്ട്. വിശ്വാസം പറയുന്നതിൽ സമയത്ത് സ്വർഗം എത്രയോ അതിനെ മാനിക്കുന്നു. ഓരോ അനുഭവങ്ങളിലൂടെയും ദൈവം ഇന്ന് നമുക്കത് വെളിപ്പെടുത്തുകയല്ലേ. ഈ നിമിഷങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവവചനത്തിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ വിശ്വാസ ബോധ്യങ്ങൾ, അതുപോലെ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ആത്മീയമായ ബോധ്യങ്ങൾ, ഇതെല്ലാം പറയുന്നതിൽ കാര്യമുണ്ട്. ഇപ്പോൾ നാം നമ്മുടെ പൂർവികരുടെ ആ വിശ്വാസത്തോട് ചേർന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തിയെ ഏറ്റുപറയുകയാണ്, വിശ്വാസബോധ്യങ്ങൾ ഏറ്റുപറയുകയാണ്. മടുപ്പ് വിചാരിക്കരുത്. അനേകം വിദ്യാർത്ഥിനികളെ ഇപ്പോൾ കർത്താവ് തൊട്ട് നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസത്തെ ഒന്നും കൂടെ ഉജ്ജ്വലിപ്പിക്കുന്ന സമയമാണ് മക്കളെ ഇത്. അനേക യുവതിവാക്കന്മാരുടെ ജീവിതങ്ങളുടെ തടസ്സങ്ങൾ മാറും, നിങ്ങളുടെ ജോലി തടസ്സങ്ങൾ മാറും, നിങ്ങൾക്ക് ജോലി കിട്ടും. കർത്താവ് ഈ സമയം നിങ്ങളുടെ ജീവിതങ്ങൾ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഓരോ തരത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളുടെ അന്ധകാര പീഡകൾ ഇപ്പോൾ കർത്താവ് ഈ സ്തുതിപ്പിൻ്റെ സമയത്ത് ആട്ടിപ്പായിക്കും. എല്ലാ മക്കളും വേഗം എഴുന്നേറ്റ് വന്നേ, നന്നായിട്ട് വിശ്വാസത്തോടെ കൈകൾ ഉയർത്തും. അനേകം മദ്യപാനത്തിന് കെട്ടുകൾ ഇപ്പോൾ ഈ സ്തുതിപ്പിൻ്റെ സമയത്ത് അഴിയും. വലിയ വിടുതൽ കർത്താവ് നൽകും. വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുക മക്കളെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒട്ടും വിശ്വാസം കിട്ടാത്തവരും പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുമായ ആളുകളുണ്ട്. അവരുടെ ബുദ്ധിയിലും മനസ്സിലും സാത്താൻ കെട്ടിയ ചങ്ങലകളെ ഇതാ പരിശുദ്ധാത്മ പൊട്ടിച്ചു കളയാൻ പോവുകയാണ്. വിടുതൽ സംഭവിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇപ്പോൾ ഭവനങ്ങളിലേക്ക് വ്യാപരിക്കണമേ, ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ, ഇപ്പോൾ ഈ യുവതി വാക്കന്മാരുടെ വ്യാപരിക്കണമേ. രോഗികളുടെ മേൽ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. കൈ ഉയർത്തി കൈയടിച്ച് ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഓ പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിന്റെ മേൽ ഇപ്പോൾ നിറയണമേ. ഈ സമയം തന്നെ വലിയ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവെ വർഷിക്കണമേ. പിതാവേ, യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ അന്ധകാരങ്ങൾ തകരട്ടെ, യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ വിട്ടുപോകട്ടെ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അതു നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. വലിയ ഉണർവോടെ ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ആശ്രയിച്ചാൽ
ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, സ്വർഗ്ഗത്തിന്റെ അത്ഭുത ശക്തി ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഓ കർത്താവേ, നാളുകളായി തകർന്നിരിക്കുന്നവർ, നാളുകളായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, വിശ്വാസം മങ്ങിപ്പോയവർ, ഉണർവ് നഷ്ടപ്പെട്ടവർ, തീഷ്ണത കുറഞ്ഞു പോയവർ, സകല മക്കളുടെ മേലും ഇപ്പോൾ അത്ഭുതമായ ഉണർവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇസ്ഹാക്കിൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസ്ഹാക്കിൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. കരങ്ങളടിച്ച് വാഗ്ദാനങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദാനങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. പിതാവേ, ഇപ്പോൾ ഈ സമൂഹത്തെ അഭിഷേകം ചെയ്യണമേ, ബാലികാ ബാലന്മാരെ അഭിഷേകം ചെയ്യണമേ, വിദ്യാർത്ഥികൾ അഭിഷേകം ചെയ്യണമേ, കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ, തകർന്ന മക്കളെ അഭിഷേകം ചെയ്യണമേ. എല്ലാ ജീവിതങ്ങളിലേക്ക് ശക്തി നിറയട്ടെ, മടുപ്പ് മാറട്ടെ, സകല തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ, അഭിഷേക ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ. പ്രഭാഷകന്റെ പുസ്തകം 4:23. ജ്ഞാനം നീ മറച്ചു വെക്കരുത്, വിശ്വാസം നീ മറച്ചു വെക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയഭാരങ്ങൾ യേശുവിന്റെ സന്നിധി ഇറക്കി വെക്കുമെങ്കിൽ യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതമായൊരു വിടുതൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്തി പിടിക്കാം. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ തകരട്ടെ, യേശുവിന്റെ നാമത്തിൽ അടിമത്തങ്ങൾ തകരട്ടെ. ഈ സമയം വിദ്യാർത്ഥികൾ പ്രാർത്ഥിക്കണം, രോഗികൾ പ്രാർത്ഥിക്കണം, സർവ്വ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവേ, അഴിയട്ടെ, യേശുവേ, മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ സ്പർശിക്കണമേ കർത്താവേ. യേശുവേ, കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. യേശുവേ, ഇപ്പോൾ വിടുതൽ നൽകണമേ, കുടുംബങ്ങളെ രക്ഷിക്കണമേ. യേശുവേ, ഹല്ലേലൂയ, മറനാഥാ. Come, Lord Jesus.